ഷറഫുദ്ദീനെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല. ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അങ്ങനെയാണോ? അങ്ങനെ ഇതിൽ വിജയത്തിന് ശേഷം ലാലേട്ടന്റെ ക്യാരവാന് ചുറ്റുമുള്ള ആളുകൾ ഇതുവരെ കണ്ടിരുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ബോളിവുഡിൽ ആ ലെവലിലുള്ള വലിയ സിനിമകൾ ചെയ്യുന്ന ആളുകളാണെന്ന് ഷറഫുദ്ദീൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിജയത്തിന് ശേഷം ലാലേട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഷറഫുദ്ദീനെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല. അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ലോ. വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ ഓടിയെത്തുന്നത്. സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ്, ഒരു മാജിക്കാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. 2 സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. ഒരു സിനിമ മോശമായാൽ അത് വീണ്ടും താഴേക്ക് വരും. അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 48 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസാണ് അല്ലേ? അതൊരു സർക്കസ് പോലെയാണ്. നമ്മൾ ട്രപ്പീസ് അല്ലേ, അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട്, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്. അപ്പോൾ അങ്ങനെ തുടരും. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി. വളരെ സക്സസ്ഫുൾ ഫിലിമാണ് എമ്പുരാൻ, അതുപോലെ ഹൃദയപൂർവ്വം. ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല. കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പലർക്കും അങ്ങനെയാണല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും, എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാകും. ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ്. നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല, കാര്യം ശ്രമിക്കും. ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം. തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. എനിക്ക് മാത്രമല്ല, നല്ല സിനിമകൾ ഉണ്ടാകണം. മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം. നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം, സംവിധായകരുണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതാണ് എൻ്റെ സ്വപ്നം. അങ്ങനെയാണോ? അങ്ങനെ ഇതിൽ അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലുതെന്നൊന്നുമില്ല. ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നാളെ മുതൽ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതിയില്ല, അത് പോയി. അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ച് പോവുക എന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ വൈൽഡ് അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം ആണെന്ന് പറഞ്ഞത്. മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അന്ന് മുമ്പൊരിക്കലല്ലേ? അല്ല, ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഡിസയർ ഇല്ല. അതാണ് ഡിസയർ എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളാം. ഇങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഞാനിവിടെ അതിൻ്റെ ഭാഗമായെന്നേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ല, പിനാക്കിൾ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ്. ഏറ്റവും ഹയസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഞാൻ അവിടെ താഴോട്ട് ചാടാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പലതവണ കിട്ടിയിട്ടുണ്ട്, പല ആവർത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എല്ലാവരും ലാലേട്ടന് അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് ടു എർത്ത് ആണ്. ഈ
അംഗീകാരങ്ങൾ കിട്ടാൻ നേരത്ത് എപ്പോഴും താഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഇറങ്ങിച്ചെല്ലുന്നത്? പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ വരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന്, നിങ്ങളുടെ ഈ സ്നേഹത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.